ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 29. അമൃതാഹരണവും അസുര നിഗ്രഹവും. ഉദ്ഗച്ഛതസ്തവകരാദമൃതം ഹരൽസു ദൈത്യേഷു താന ശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദധിഭവത്പ്രഭാവാൽ ഉദ്യൽ സ്വയൂഥ്യകലഹാരിജാബഭൂവും. ഉദ്ഗച്ഛത പാലാഴിയിൽ നിന്ന് പാലാഴി മഥനം നടത്തിയതിനു ശേഷം ഏറ്റവും ആദ്യം വിഷം പൊങ്ങി വന്നു, കാളകൂട വിഷം. അതിനുശേഷം പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നത് ലക്ഷ്മി. അങ്ങനെ പല വസ്തുക്കളും പൊങ്ങി വന്നു. അപ്സര സ്ത്രീകള്, ഉച്ചൈശ്രവസ്, അങ്ങനെ പലതും പൊങ്ങി വന്നു. അതിനുശേഷം ഉയർന്നു വരുന്ന അങ്ങയുടെ കയ്യിൽ നിന്ന് ലക്ഷ്മി വന്നതിന് ശേഷം ആണ് അങ്ങ് ധന്വന്തരി മൂർത്തിയായിട്ട് പാലാഴിയിൽ നിന്ന് പൊങ്ങി വരുന്നത്. ആ ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് അമൃതിനെ അസുരന്മാർ തട്ടിയെടുത്തു. അപ്പോൾ ഒരു രക്ഷയുമില്ലാതായി തീർന്ന, അതായത് അസുരന്മാരുടെ കയ്യിൽ നിന്ന് ആ അമൃതിനെ നേടുവാൻ ഒരു മാർഗവും കാണാതെ വിഷമിച്ച ദേവന്മാർക്ക് സാന്ത്വന വചസ്സുകൾ നൽകി ഭഗവാൻ മറഞ്ഞു. തിരോധാനം ചെയ്തു. ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അശരണരായ ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് തിരോധാനം ചെയ്തു. ഭവത്പ്രഭാവാദുദ്യസ്വയൂഥ്യകലഹ. അസുരന്മാര് അമൃതം കൊണ്ട് പോയെങ്കിലും അവർക്കത് കഴിക്കാൻ സാധിച്ചില്ല. അവര് തമ്മിൽ ഭയങ്കര കലഹമായി. ഉദ്യസ്വയൂഥ്യകലഹ. അവര് അസുരന്മാര് തമ്മിൽ ഭയങ്കര കലഹമായി. ഞാനാണ് ആദ്യം തട്ടിപ്പറിച്ചെടുത്തത്, ഞാനാണ് ആദ്യം അമൃത് കണ്ടത്, ആദ്യം തൊട്ടത് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞിങ്ങനെ അവര് തമ്മിൽ ആദ്യം കഴിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് കലഹം ചെയ്തുകൊണ്ട് തമ്മിൽ വഴക്കു കൂടിക്കൊണ്ടിരുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ശ്യാമാം രുചാപി വയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുചഭണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്ത്വദുരോചകുംഭേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്യാമാം, ശ്യാമ എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം. രുചാപി, കറുത്തവളാണെങ്കിലും കറുപ്പിനഴക് എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ നിറമാണല്ലോ കറുപ്പ് നിറം. ആ സുന്ദരമായ രൂപം ധരിച്ച്, അതുപോലെ അനുയോജ്യമായ വയസ്സ്, യൗവനയുക്തയായ യുവതിയായിട്ട്, പ്രാപ്തോസി തുംഗകുചമണ്ഡലഭംഗുരാം ത്വം. അങ്ങനെ ഉയർന്ന മാറിടത്തോടുകൂടി അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം, നവയൗവനയുക്തയായ കറുപ്പ് നിറമെങ്കിലും സൗന്ദര്യ പൂർണമായിട്ടുള്ള ഒരു രൂപം ധരിച്ചുകൊണ്ട് ഭഗവാൻ അസുരന്മാരുടെ മുമ്പിലെത്തി. പീയൂഷകുംഭകലഹം പരിമുച്യ. പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃതം. അമൃതകുംഭം എനിക്കാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവര് വഴക്കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കലഹം അവര് നിർത്തി, ആ വഴക്കൊക്കെ അവര് നിർത്തി. ഇതാര് ഈ വന്നേക്കുന്നത്? ലക്ഷ്മിയുടെ അനിയത്തിയവല്ലാണോ, അല്ലെ ലക്ഷ്മിയുടെ കൂട്ടുകാരിയാണോ? എന്തൊരു സൗന്ദര്യമാണ് എന്ന് പറഞ്ഞ് അവര് ഭഗവാന്റെ മോഹിനി രൂപത്തില് മോഹിതരായി. പരിമുച്യ പീയൂഷ കുംഭകലഹം പരിമുച്യ സർവേ, എല്ലാവരും തൃഷ്ണാകുല, ഭഗവാന്റെ മോഹിനി രൂപത്തിനു പുറകെ തൃഷ്ണാകുല, ആഗ്രഹത്തോടുകൂടി
സ്വന്തമാക്കണം എന്ന ആഗ്രഹം. ഇത്രയും നേരം സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തോടെയാണ് അവര് കലഹം ചെയ്തത്. അത് പക്ഷെ അമൃത കുംഭത്തെയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ രൂപം കണ്ടപ്പോൾ ആ സൗന്ദര്യധാമത്തെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമായി. പ്രതിയയുസ്തു രോജകുംഭേ, അങ്ങയുടെ സൗന്ദര്യമാർന്ന രൂപം ഉള്ള അല്ലെങ്കിൽ സർവസ്വവുമായ അങ്ങയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമായി തീർന്നു അവർക്ക്. അടുത്ത ശ്ലോകം നോക്കാം. ശ്യാമാം കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിതി ആരൂഢരാഗവിവശാനഭിയാചതോ മുൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലപന്നഭിസു വിശ്വസിതാനദാനി. അവളെ കണ്ടപ്പോൾ അവളുടെ പുറകെ കൂടി അമൃതകലശമൊക്കെ അവര് അമൃതകലശത്തിന് പുറകെ ഉണ്ടായിരുന്ന വഴക്ക് നിർത്തിയിട്ട് ഭഗവാന്റെ മോഹിനി രൂപത്തിന് പുറകെയായി അവരുടെ വഴക്ക്, അല്ലെങ്കിൽ അത് നേടാനുള്ള ശ്രമമായി. എന്നിട്ട് അവര് ചോദിക്കുകയാണ്, കാത്വം മൃഗാക്ഷി. മൃഗാക്ഷി എന്ന് പറഞ്ഞാൽ മാൻമിഴിയാളെ. സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. മാനിന്റെ കണ്ണ് പോലെ കണ്ണ് ഉള്ളവൾ സുന്ദരിയാണ്, അല്ലെങ്കിൽ സുന്ദരികളുടെ ഒരു ലക്ഷണമാണത്. അപ്പൊ മാൻമിഴിയാളെ നീ ആരാണ്? കാത്വം വിഭജസ്വ സുധാമിമാം. ഈ സുധ, ഈ അമൃതിനെ നീ വിഭജിച്ചു തരൂ. വിഭജസ്വ, വിഭജിച്ചു തരൂ. ഞങ്ങൾക്ക് ഇത് ശരിക്കും വിഭജിക്കാൻ അറിയില്ല, ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ ഇതെല്ലാവർക്കും ഒരേപോലെ വിളമ്പിത്തരൂ. സുധാമിമാം, ഈ സുധയെ, ഈ അമൃതിനെ ഞങ്ങൾക്ക് ഒരേപോലെ വിഭജിച്ചു തരൂ. ഇതി ആരൂഢരാഗവിവശാനഭിയാചതോമുൻ. എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയാലോ, കിട്ടണമേ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തോടെ അവളോട് വിനയാന്വിതരായിട്ട് അവര് പറയുകയാണ്, ഈ സുധ, ഈ അമൃത് ഞങ്ങൾക്ക് നീ വിഭജിച്ചു തരാമോ? അഭിയാചതോമൂൻ, അവളോട് യാചിച്ചു. ആരൂഢരാഗം, അവളോട് അതിയായ അനുരാഗം തോന്നിയിട്ട് അത്രയും സമയം ഇവളെ അടുത്ത് കാണാമല്ലോ എന്നും കൂടെ വിചാരിച്ച് അവളോട് വിളമ്പിത്തരാൻ പറഞ്ഞു. അമൃത് വിളമ്പിത്തരൂ. വിശ്വസ്യതേ മയി കഥം. നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കും? ഇപ്പോഴല്ലേ എന്നെ കാണണത്. എന്റെ സ്വഭാവം നിങ്ങൾക്കറിയാമോ? ഞാൻ കുലടയാണ്, പുംസ്ഥലിയാണ്, വേശ്യയാണ്. വേശ്യകള് സത്യം പറയുന്നവരല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ല. നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കും? കുലടാസ്മി ദൈത്യ. കുലട എന്ന് പറഞ്ഞാല് വേശ്യ. വേശ്യ സ്ത്രീകള് സത്യസന്ധരായിരിക്കില്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കില്ല. അന്നേരം കാണുന്നവരെ ഭർത്താവായി സ്വീകരിക്കും. അയാളുടെ ധനസമ്പത്തി ഐശ്വര്യങ്ങളൊക്കെ തീർന്നാൽ അതുള്ള ആളിനെ പോയി പ്രാപിക്കും. അങ്ങനെയുള്ളവരാണ് വേശ്യകള്. അങ്ങനെയുള്ള വേശ്യയെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ വേശ്യയാണ്, എന്നെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് അസുരന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന് ആക്കം കൂട്ടി. അതായത് ഒരു കള്ളൻ ഒരിക്കലും ഞാൻ കള്ളനാണ് കേട്ടോ, ഞാൻ കട്ട് നടക്കുന്നവനാണ് എന്നൊരിക്കലും പരിചയപ്പെടുത്തുകയില്ല. ഇവിടെ ഞാൻ വേശ്യയാണ്, എന്നെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനാണ് ഭഗവാൻ ശ്രമിച്ചത്. ഇത്യാലപൻ, ഇങ്ങനെ പറയുന്നവനായിട്ട്, ആലപിക്കുക, പറയുക. ഇത്യാലപന്നപി സുവിശ്വസിതാനതാനി, അവരുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടി. യഥാർത്ഥത്തില് അങ്ങനെയുള്ള ആൾക്കാര്, ഞാൻ അങ്ങനെയുള്ള മോഷ്ടിക്കുന്നവനാണ്, അല്ലെങ്കിൽ വേശ്യയാണ്, ഒരു വേശ്യാസ്ത്രീയും ഒരിക്കലും ഞാൻ വേശ്യയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുകയില്ല. അപ്പോൾ ഇവളെ വിശ്വസിക്കാം, അങ്ങനെ പറയുന്നവര് സത്യസന്ധരായിരിക്കും എന്ന് നമുക്ക് പെട്ടെന്നൊരു ബോധ്യം വരും. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. സുധാകലശമേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹത്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭിഃ സമദാ സുധാം താം. മോദാത് സുധാകലശമേഷു. അപ്പോ ഈ അസുരന്മാര് പറഞ്ഞു, അങ്ങനെയൊന്നും കുഴപ്പമില്ല,
ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാണ്, നീ വിളമ്പി തന്നാ മതി, ഞങ്ങൾക്ക് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തു എന്ന് പറഞ്ഞ് ആ അമൃത കലശം അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു, മോഹിനിയുടെ കയ്യിലേക്ക് മോദാത്. ഈ അസുരന്മാർ സന്തോഷത്തോടെ ദദൽസു അവൾക്ക് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങ് എന്തു പറഞ്ഞു? ത്വം അങ്ങ് എന്തു പറഞ്ഞു? ദുശ്ചേഷ്ടിതം മമ സഹധ്വം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ചിലപ്പോ ഞാൻ ചെയ്തെന്നിരിക്കൂട്ടോ, അതിനൊന്നും പിണക്കം വിചാരിക്കല്ലേ. വളരെ മധുരമായിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രവൃത്തികള് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവാം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് പിണക്കം തോന്നരുത് എന്നോട്. ഇതി ബ്രുവാണ എന്ന് പറഞ്ഞു. പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാസുധാം താം. അങ്ങനെ അസുരന്മാരെ ഒരു വരിയായിട്ടിരുത്തി, ദേവന്മാരെ വേറൊരു വരിയായിട്ടിരുത്തി. അസുരന്മാരുടെ നേരെ നോക്കിയിട്ട് ലീലാവിലാസഗതിഭി, അങ്ങനെ അവർക്ക് കാഴ്ചയ്ക്ക് ആനന്ദം നൽകുന്ന വിധത്തിൽ ലീലാവിലാസങ്ങൾ കാണിച്ചുകൊണ്ട് ഇരുന്നു. അസുരന്മാർക്ക് അത് മതി, അവളുടെ ശരീരഭംഗിയും ലീലാവിലാസവും കാണുകയാണ് അവർക്ക് സാഫല്യം. ദേവന്മാർക്ക് അമൃതും വിളമ്പി. അപ്പൊ യഥാർത്ഥത്തില് ഭഗവാന്റെ രൂപം ആസ്വദിക്കുക തന്നെയാണ് വേണ്ടത്. അസുരന്മാരാണ് ഭാഗ്യവാന്മാർ എന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. കാരണം ഭഗവാന്റെ രൂപം അകത്താക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കിപ്പോ ഒരു 500 രൂപ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിൽ വരും. പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ ആ പേരക്കുട്ടിയുടെ രൂപം ഉടനെ മനസ്സിൽ വരും. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ പീലി തിരുമുടിയും ആ ഗോപിക്കുറിയും കാരുണ്യം വഴിയുന്ന കണ്ണുകളും ഒന്നും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ആ രൂപം അങ്ങനെ ആസ്വദിച്ചിരുന്ന ആ അസുരന്മാര് തന്നെയല്ലേ ജന്മസാഫല്യം നേടിയവര് എന്ന് ചില ആചാര്യന്മാര് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ദേവന്മാർക്ക് അമൃത് കൊടുക്കുകയും ഭഗവാൻ മറ്റ് അസുരന്മാരെ മോഹിപ്പിക്കുകയും തൻ്റെ ലീലാവിലാസം കൊണ്ട് മോഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവദൈത്യ. പങ്ക്തി എന്ന് പറഞ്ഞാൽ വരി. ദേവന്മാരെ ഒരു വരിയായിട്ടിരുത്തി, അസുരന്മാരെ വേറൊരു വരിയായിട്ടിരുത്തി. എന്നിട്ട് അസുരന്മാർക്ക് ലീലാവിലാസം കൊണ്ട് തൻ്റെ ശരീര സൗന്ദര്യം അവർക്ക് ഉള്ളിലാക്കാൻ അവസരം നൽകി. അതോടൊപ്പം ദേവന്മാർക്ക് അമൃതും നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർത്ഥ പരിപീത സുധം യലാവി. ആ അസുരന്മാർ ഇവൾ നമ്മുടെ പേരിൽ ഉള്ളവൾ തന്നെയാണേ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നപ്പോൾ, അവളോട് അപ്രിയ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് തങ്ങൾ ഓരോരുത്തരോടുമുള്ള പ്രണയം ഇല്ലാതെയായെങ്കിലോ എന്ന് ഭയന്നിട്ട് അവർ മിണ്ടാതിരിക്കുകയാണ്. അവർക്ക് അമൃത് വേണമെന്നുണ്ട് എങ്കിലും അവളുടെ പ്രണയം നഷ്ടപ്പെടരുത് എന്നുള്ളതിനായിരുന്നു മുൻതൂക്കം. അതുകൊണ്ട് അവര് യാതൊരു പരിഭവവും ഭാവിക്കാതെ അവളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ എന്നാൽ അതിലൊരാള് ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു. സുരൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് അമൃത് നൽകിക്കൊണ്ടിരുന്നു. ഭക്തലോകവശകനായ അങ്ങ്, ഭക്തലോകവശഗഃ ത്വം, ഭക്തജനങ്ങൾക്ക് അധീനനായ അവിടുന്ന് അമൃത ദേവന്മാർക്കു മാത്രം വിളമ്പിയെത്തിച്ചു. എന്നിട്ട് അതില് അസുരന്മാരിൽ ഒരുത്തൻ, രാഹു എന്ന് പേരുള്ള അസുരൻ, ഈ ഭഗവാന്റെ ഈ കപടം മനസ്സിലാക്കിയിട്ട് അമൃത് അകത്താക്കുന്നതിന് വേണ്ടി ദേവന്മാരുടെ ഇടയിൽ ദേവരൂപം ധരിച്ചു വന്നിരുന്നു.
അത് വന്നിരുന്നത് ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയിലാണ്. ഏറ്റവും പ്രകാശമുള്ള രണ്ട് ദേവന്മാരുടെ ഇടയിലാണ് വന്നിരുന്നത്. അവര് ഭഗവാന് കാണിച്ചു കൊടുത്തു, ഇത് അസുരനാണ്. ഭഗവാൻ അതൊന്നും സാരമില്ല, അവനും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് അമൃത് വിളമ്പി. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് വിളമ്പിയ ഉടനെ എടുത്ത് കഴിച്ചു. ദേവന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ദേവന്മാര് എല്ലാവർക്കും കിട്ടിയോ എല്ലാവർക്കും എത്തിയോ എന്നതിന് ശേഷം മന്ത്രമൊക്കെ ചൊല്ലി ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ഒക്കെ ചൊല്ലിയിട്ടാണ് കഴിക്കുക. ഇവിടെ അതൊന്നും ചൊല്ലാതെ, ഇപ്പോൾ നമ്മൾ വിചാരിക്കുക നമുക്ക് ഇപ്പോൾ തന്നെ നമ്മളെ ഒന്ന് ഏത് വിഭാഗത്തിൽ പെടുമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കിട്ടുന്നത് എടുത്ത് കഴിക്കുന്നവരാണോ, ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം എന്തും ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം കഴിക്കുക, അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ പ്രസാദമായി തീരുമത്. അപ്പോൾ ഭക്ഷണം കിട്ടിയാൽ അത് മനസ്സുകൊണ്ട് ഭഗവാൻ അർപ്പിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ മന്ത്രമൊക്കെ ചൊല്ലി ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാത്മൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് മന്ത്രമൊക്കെ ചൊല്ലി ഭക്ഷണം കഴിക്കാൻ തുടങ്ങാവുള്ളൂ. അതിനു പകരം രാഹു എന്ത് ചെയ്തു, അമൃത് കിട്ടിയ പാടെ എടുത്തു കഴിച്ചു. അപ്പോൾ അത് ശരിയല്ല എന്ന് വിചാരിച്ച ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ചക്രം ഉപയോഗിച്ച് രാഹുവിനെ വധിച്ചു, അറുത്തു കളഞ്ഞു. രാഹുവിന്റെ തലയറുത്തു. കൊന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം അമൃതകത്തായതുകൊണ്ട് ജീവൻ നിലനിൽക്കും. അങ്ങനെ തലയും ശരീരവും വേർപെട്ടു രാഹുവിന്റെ. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ത്വത്തസുധാഹരണയോഗ്യ ഫലം പരേഷു ദത്വാഗതേ ത്വയി സുരൈ ഖലു തേ വ്യഗൃണ്ണൻ ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസി. ത്വത്തസുധാഹരണയോഗ്യ ഫലം, ധന്വന്തരിയായ അവിടുത്തെ പക്കൽ നിന്ന് അമൃത് തട്ടിയെടുത്തതിന് അനുരൂപമായ ഫലം ശത്രുക്കൾക്ക് ഉണ്ടാക്കിക്കൊടുത്ത്. രണ്ടു അസുരന്മാരും ദേവന്മാരും ചേർന്നാണ് പാലാഴി മഥനം ചെയ്തത്. അപ്പോൾ ഒരു വിഭാഗക്കാർക്ക് മാത്രം കിട്ടണം, അല്ലെ അവർക്ക് മാത്രമായിട്ട് അത് എടുക്കാം എന്നുള്ള ഒരു തോന്നൽ ഒരു നല്ല തോന്നലല്ല. ദേവന്മാർക്ക് കൊടുക്കരുത്, ഞങ്ങൾക്ക് മാത്രം കഴിക്കണം എന്ന് വിചാരിച്ചാണ് അമൃത് തട്ടിയെടുത്തു കൊണ്ടുപോയത്. അതുകൊണ്ട് അവരുടെ ആ മനസ്ഥിതിക്ക് അനുയോജ്യമായ ഫലം ഭഗവാൻ അവർക്ക് കൊടുത്തു. ഭഗവാൻ നോക്കും നമ്മൾ ഏത് മനസ്ഥിതിയുള്ളവരാണെന്ന്. കുറച്ച് പ്രവർത്തിക്കാൻ നമുക്ക് അവസരം തരും ഭഗവാൻ. നമ്മുടെ പ്രവർത്തനം ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിനനുയോജ്യമായ ഫലം ഭഗവാൻ തരുന്നത്. അങ്ങനെ അവർക്കത് അനുയോജ്യമായ ഫലം കിട്ടി, അതായത് അമൃത് കിട്ടിയില്ല. തേ ഖലു സുരൈഹി, ആ അസുരന്മാരാകട്ടെ ദേവന്മാരോട് യുദ്ധം ചെയ്യാനിറങ്ങി. അപ്പോൾ തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അസുരന്മാര് ദേവന്മാരോട് യുദ്ധത്തിന് തയ്യാറായി. അധരണേ ഘോരേ, അങ്ങനെ ഘോരമായ യുദ്ധമുണ്ടായി. മൂർച്ഛതി ബലി, ദേവന്മാരെല്ലാം ബലി എന്ന അസുരന്റെ മായാപ്രയോഗത്താൽ വിമൂഢരാവുകയും ചെയ്തപ്പോൾ, ബലി എന്ന ദൈത്യന്റെ അസുരന്റെ മായയാൽ വ്യാമോഹിതേ സുരഗണേ, സുരഗണം എന്ന് പറഞ്ഞാൽ ദേവന്മാര്, വ്യാമോഹിതേ മോഹിച്ചുപോയി, വിമൂഢരായി, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി തീർന്നു. ഈ ഘട്ടത്തിൽ അവിടുന്ന് പ്രത്യക്ഷീഭവിച്ചു. ത്വമിഹ ആവിരാസീത്, അങ്ങ് ആവിർഭവിച്ചു. എവിടെയാണോ ഭഗവാൻ പ്രത്യക്ഷപ്പെടേണ്ടി വരുന്നത് അവിടെ ഭഗവാൻ അപ്പോൾ അവതരിക്കും. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ത്വം കാലനേമി മധമാലി മുഖാഞ്ജഗന്ധ ശക്രോജഘാന ബലിജം ഭവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേ നമുചൗചലൂനേ ഫേനേന നാരദഗിരാന്യരുണോരണം തം. അവിടുന്ന് കാലനേമിയെയും പിന്നെ മാലി മുതലായവരെയും സംഹരിച്ചു. ത്വം കാലനേമിം അഥാ, കാലനേമി, മാലി,
തുടങ്ങിയവർ എന്നാണ്. മാലി മുഖാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയ അസുരന്മാരെ ജഘന്ധ വധിച്ചു, സംഹരിച്ചു. ശക്രോ ജഘാന ബലി ജംഭവലാൻ സപാകാൻ. ശക്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ ആരെയൊക്കെയാണ് നിഗ്രഹിച്ചത്? ബലി, ജംഭൻ, വലൻ, പാകൻ എന്നിവരെ സംഹരിച്ചു. ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗചലൂനെ. ഉണങ്ങിയതുകൊണ്ടോ നനഞ്ഞതുകൊണ്ടോ. ശുഷ്കം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്, ആർദ്രം എന്ന് പറഞ്ഞാൽ നനഞ്ഞത്. ദുഷ്കരവധേ അതായത് നനഞ്ഞതുകൊണ്ടും ഉണങ്ങിയതുകൊണ്ടും കൊല്ലാൻ പാടില്ല എന്നാണ് നമുജിക്കുള്ള വരം. അല്ലെങ്കിൽ നമുജിയെ കൊല്ലണമെങ്കിൽ നനഞ്ഞതുകൊണ്ടോ ഉണങ്ങിയതുകൊണ്ടോ കൊല്ലാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള നമുജിയെ കൊന്നത് എങ്ങനെയാണ്? നുരക്കെട്ടുകൊണ്ട്. അതായത് പത. ഉണങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ ഉണങ്ങിയതാണ്, ആർദ്രമാണോ എന്ന് ചോദിച്ചാൽ ആർദ്രമാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഉണങ്ങിയതുമല്ല നനഞ്ഞതുമല്ല, അല്ലെങ്കിൽ ഉണങ്ങിയതുമാണ് നനഞ്ഞതുമാണ് എന്ന് പറയാം. അങ്ങനെയുള്ള പതക്കെട്ട് കൊണ്ടാണ് കൊന്നത്, നമുജിയെ കൊന്നത്. അത് ഇന്ദ്രൻ തന്നെയാണ് കൊല്ലുന്നത്. ഫേനേന നാരദഗിരാന്യരുണോരണം തം. അങ്ങനെ യുദ്ധം ഘോരമായിട്ട് നടക്കവേ നാരദനെ കൊണ്ട് പറയിപ്പിച്ച് ആ യുദ്ധം ഭഗവാൻ നിർത്തിക്കുകയും ചെയ്തു, നിരോധിക്കുകയും ചെയ്തു. ഫേനേന നാരദഗിരാന്യരുണോരണം തം. ഞെരുണോ എന്ന് പറഞ്ഞാൽ നിവർത്തിച്ചു. യുദ്ധത്തിൽ നിന്ന് അസുരന്മാരും ഇങ്ങനെ യുദ്ധം ചെയ്തതുകൊണ്ട് എന്താണ് ഫലം എന്ന് തത്വജ്ഞാനം പകർന്നു കൊടുത്ത് അവരെ യുദ്ധത്തിനുള്ള ത്വരയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. നമുക്ക് നഷ്ടം മാത്രമല്ലേ യുദ്ധം കൊണ്ടുണ്ടാവുക എന്ന് പറഞ്ഞ് നാരദ വാക്കിനെ അസുരന്മാരും ദേവന്മാരും സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് യുദ്ധം നിർത്തിവെച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. യോഷാവബുർദനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ജഗതപദം തേ സ്തുത്വാ ബ്രവീദഭിമതം ത്വമഥോതിരോധ. നാരദ മഹർഷി ശിവൻ കൈലാസ സന്ദർശനത്തിനിടയിൽ ശിവനോട് പറഞ്ഞു, അങ്ങക്ക് 3 കണ്ണുണ്ടായിട്ട് എന്താ കാര്യം? കാണേണ്ടത് കണ്ടില്ലല്ലോ. യോഷാവപുർദനുജമോഹനമാഹിതം തേ. അങ്ങ് ആ മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപം കണ്ടോ? കാണേണ്ടത് തന്നെയാ. 3 കണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാണേണ്ടത് കാണണം എന്ന് പറഞ്ഞപ്പോ ശിവനും അതിലൊരു ആഗ്രഹം തോന്നി. അപ്പോ ഗിരിജയാസമം ശ്രുത്വാ, അത് കേട്ടിട്ട് നാരദ മഹർഷി ചെന്ന് പറഞ്ഞത് കേട്ടിട്ട് വിലോകന കുതൂഹലവാൻ മഹേശ, ആ രൂപം മോഹിനി രൂപം ഒന്ന് കാണണം. എന്നാൽ മഹാവിഷ്ണുവിനോടൊന്ന് പറഞ്ഞാൽ ആ രൂപം ഒന്നും കൂടെ, ആ വേഷം ഒന്നും കൂടെ കെട്ടുമല്ലോ, ആ ഫാൻസി ഡ്രസ് ഒന്നും കൂടെ ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ശിവൻ മഹേശൻ വിലോകന കുതൂഹലവാൻ, കാണുന്നതിന് ആഗ്രഹമുള്ളവനായിട്ട് ശിവൻ ഭൂതൈഹി സമം, ഭൂതഗണങ്ങളോടുകൂടി മാത്രമാണോ, ഗിരിജയാച, ഗിരിജയോടുകൂടി, അതായത് പാർവതി ദേവിയോടുകൂടി, ഗതപദം തേ, അങ്ങയുടെ പദത്തിലെത്തി, അതായത് വൈകുണ്ഠത്തിലെത്തി. സ്തുത്വാബ്രവീദഭിമതം, അങ്ങയെ സ്തുതിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നത് അങ്ങയുടെ ആ മോഹിനി രൂപം കാണാനാണ്, അത് കേമമാണെന്ന് നാരദ മഹർഷി എല്ലാവരും പറയണു, എനിക്കതൊന്ന് കാണണമെന്ന്. എനിക്ക് മാത്രല്ല, ഞാൻ കുടുംബത്തോടെയാ വന്നിരിക്കുന്നത്, എല്ലാവർക്കും അത് കാണണം എന്ന് ആഗ്രഹം എന്ന് ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു. സ്തുത്വാ അബ്രവീത്, പറഞ്ഞു, അഭിമതം, ആഗ്രഹം പറഞ്ഞു. ത്വമധോതിരോധ, ഭഗവാൻ ആദ്യം പറഞ്ഞു, അതാ അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി ഞാനൊരു വേഷം കെട്ടി, അത് അങ്ങ് കാണേണ്ട കാര്യമൊന്നുമില്ല, അങ്ങക്ക് അതിലൊന്നും ഭ്രമമുള്ള ആളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ശിവഭഗവാൻ അത് സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് അതൊന്നും കാണണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരെ എല്ലാരെയും കൊണ്ട് വന്നതേ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. തിരോധ, അപ്രത്യക്ഷനായി. എന്നാ ശരി, ഞാൻ വേഷം കെട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. അപ്പോ അടുത്ത ശ്ലോകം നോക്കൂ.
ആരാമസീമനി ച കന്തുകഘാതലീല ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂ വേഗാദനങ്കരിപുരംഗസമാലിലിംഗ. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ശിവൻ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മഹാവിഷ്ണു ഇപ്പൊ വരും, മോഹിനി വേഷം കെട്ടിയിട്ട് ഇപ്പൊ വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ ഒരുങ്ങാൻ കുറേ സമയം വേണം. ഒരു പുരുഷൻ സ്ത്രീ ആവണമെങ്കിൽ കുറച്ചധികം മേക്കപ്പ് ഒക്കെ വേണ്ടേ? അപ്പൊ അതിനൊക്കെ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കാണാം, ഇവിടെ ഈ വൈകുണ്ഠ ലോകമൊക്കെ ഒന്ന് വീക്ഷിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം മുറ്റത്തേക്കും പൂന്തോട്ടത്തിലേക്കും ഒക്കെ ഒന്ന് ഇറങ്ങി. പൂന്തോട്ടത്തിൽ ചെന്നപ്പോ ദൂരേന്നൊരു പെൺകുട്ടി, നവയൗവനയുക്തയായ പെൺകുട്ടി ഒരു പന്തും തട്ടിക്കളിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. ആരാമ സീമനി, ആരാമം എന്ന് പറഞ്ഞ പൂന്തോട്ടം, സീമനി എന്ന് പറഞ്ഞ അടുത്ത്, പൂന്തോട്ടത്തില് അടുത്തായിട്ട് കന്തുകഘാതലീല, കന്തുകം എന്ന് പറഞ്ഞാല് പന്ത്, പന്ത് തട്ടിക്കളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി, ലീലാലോലായമാനനയനാം, അങ്ങനെ സുന്ദരമായ കണ്ണുകളോടുകൂടി കണ്ണെറിയുന്നവളായിട്ട് പന്തിനെ നോക്കി പന്ത് ഏത് വഴിക്ക് പോകുന്നു, അപ്പൊ ആ മിഴികളുടെ ചലനമൊക്കെ വളരെ സുന്ദരമായിരുന്നു. കമനീം മനോജ്ഞാം, അതിസുന്ദരിയാണ്. ഇതുപോലൊരു സുന്ദരി ലോകത്തിൽ വേറെ ഉണ്ടാവുമോ? ഇല്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇത് ഭഗവാനാണ്. ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂ. അങ്ങനെ ആ പെൺകുട്ടിയെ നോക്കി നിന്നപ്പോൾ അവളുടെ വസ്ത്രം ഒന്ന് സ്ഥാനം മാറിപ്പോയോ എന്ന് സംശയം. വികളദ്വസന എന്ന് പറഞ്ഞ വസ്ത്രം അതിന്റെ സ്ഥാനത്ത് നിന്ന് അല്പം മാറിപ്പോയതുപോലെ. മനോഭൂ, അപ്പോ അവളുടെ കയ്യിൽ നിന്ന് ആ പന്ത് താഴെ പോയി. അത് എടുത്തു കൊടുക്കാനെന്നുള്ള ആവേന ശിവൻ അടുത്തു ചെന്നിട്ട് അനങ്കരിപു, അതായത് കാമദേവനെ ദഹിച്ച ഭഗവാൻ ഈ മോഹിനി രൂപത്തിൽ ആകൃഷ്ടനായിട്ട് സമാലിലിംഗ, ആ മോഹിനി അങ്ങ് ആലിംഗനം ചെയ്തു. അടുത്ത ശ്ലോകം നോക്കാം. ഭൂയോപി വിദ്രുതവതീപുപധാവ്യദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവപാദ നികേതനാഥ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഭൂയോപി എന്ന് പറഞ്ഞാൽ പിന്നെയും. വിദ്രുതവതി, ആ ആലിംഗനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മോഹിനി കുതറി ഓടിയപ്പോൾ മോഹിനിയെ പരമശിവൻ വീണ്ടും അനുധാവനം ചെയ്ത് ഒപ്പമെത്തിയിട്ട്, വിദ്രുതവതി എന്ന് പറഞ്ഞാല് കുതറി ഓടുന്നവൾ. വിദ്രുതവതി ആ ആലിംഗനത്തെ വിടുവിച്ച് ഓടുന്നവൾ. ഉപധാവ്യ എന്ന് പറഞ്ഞാൽ പുറകെ ഓടുന്നവൻ. ശിവൻ പുറകെ ഓടിയെത്തി ഒപ്പം എത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് വീര്യം സ്ഖലിച്ചു, അതായത് രേതസ് ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് തത്വജ്ഞാനം തെളിഞ്ഞു. ഇതാരാണ്? ഭഗവാനല്ലേ? ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് നോക്കുമ്പോ മഹാവിഷ്ണു. അപ്പോ ശിവന് പരമാത്മബോധം ഉണ്ടാകാൻ വേണ്ടി മഹാവിഷ്ണു പരമശിവ എന്ന് അങ്ങനെ ഒരു പുരുഷ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ശിവൻ വിചാരിച്ചു, ഇവിടെ ഒരു പെൺകുട്ടിയാണല്ലോ ഇപ്പൊ കണ്ടത്, ഞാൻ ആലിംഗനം ചെയ്തത് ഒരു പെൺകുട്ടിയാണല്ലോ എന്ന് സംശയിച്ച് വിഷ്ണുവിന്റെ നേരെ നോക്കിയപ്പോൾ വിഷ്ണു പറഞ്ഞു, അത് ഞാൻ തന്നെ. അല്ലെന്നേ, ഞാൻ ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു, ഒരു നവയൗവനയുക്തയായ പെൺകുട്ടി ഇതിലെ ഇങ്ങനെ പന്തം കളിച്ചു വന്നായിരുന്നു. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്, നോക്കൂ, അങ്ങയുടെ ശരീരത്തിൽ നോക്കൂ, ആലിംഗനം ചെയ്തത് എന്നെ തന്നെ. എന്റെ ശരീരത്തിൽ നോക്കൂ, അങ്ങയുടെ നെറ്റിയിലെ ഭസ്മമൊക്കെ പറ്റിയിട്ടില്ലേ? എന്റെ ഗോപിക്കുറി അങ്ങയുടെ ശരീരത്തിൽ പറ്റിയിട്ടില്ലേ? എന്നെ തന്നെയാണ് അങ്ങ് ആലിംഗനം ചെയ്തത്. അങ്ങയ്ക്ക് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. അങ്ങ് ഒരു പെൺകുട്ടിയുടെ പുറകെ ഓടി എന്നത് ഒരു മോശമായിട്ട്
തീർന്നില്ല. കാരണം ആ പെൺകുട്ടി ഞാൻ തന്നെയായിരുന്നു. അതായത് അങ്ങ് മഹാവിഷ്ണുവിന്റെ പിറകെ തന്നെയാണ് ഓടിയത്, ഭഗവാന്റെ പിറകെ തന്നെ ആണ് പോയത്. അതുകൊണ്ട് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല അങ്ങക്ക്, അങ്ങ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് മഹാവിഷ്ണു തത്വബോധം, പരമാത്മ തത്വബോധം ഉണർത്തിച്ചു ശിവന്റെ. ശിവനാകെ ഒരു സംഭ്രമമായി പോയി. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ മഹാവിഷ്ണു പരമാർത്ഥം ശിവനെ ധരിപ്പിച്ചു. ഇപ്പോ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഭൂയോപി വിദ്രുതവതി. വായിച്ചതല്ലേ? അപ്പോ ഈ ദശകം ഈ മോഹിനി രൂപദർശനത്തോടെ സമാപിച്ചിരിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.